ഓപ്പൺ ഹാർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊപ്പം അതിഥിയായി ചേരുന്നത് ചരിത്രകാരനും അധ്യാപകനുമായിരുന്ന ഡോക്ടർ MG ശശിഭൂഷൺ സാറാണ്. സാർ നമസ്കാരം. 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 തിരുവനന്തപുരം ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ജലസ്രോതസ്സുകൾ നമുക്കറിയാം ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ പല ജലസ്രോതസ്സുകളും മാലിന്യം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരുപാട് പേര് തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ്. ശരിക്കും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു ചരിത്രം എങ്ങനെയാണ്, എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ദക്ഷിണേന്ത്യയിലെ തന്നെ ഒരു പ്രാചീന നഗരങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. ഒരു പക്ഷേ മധുര എന്നൊക്കെ പറയുന്ന നഗരത്തിനോളം പഴക്കമില്ലായിരിക്കാം. ഏതാണ്ട് അത്രയൊക്കെ പഴക്കം അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന പഴക്കമുള്ള ഒരു നഗരമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് പല ദക്ഷിണേന്ത്യൻ നഗരങ്ങളും ഒരു കമ്പോളമായിട്ട്, അതായത് മാർക്കറ്റ് അല്ലെങ്കിൽ അങ്ങാടി, ഈ അങ്ങാടിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ നഗരം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഹൈദരാബാദ് എങ്ങനെയാണ്, ബാംഗ്ലൂർ എങ്ങനെയാണ്, തിരുവനന്തപുരം ആകട്ടെ ഒരു മഹാക്ഷേത്രത്തിൻ്റെയും ഒരു മഹാവിദ്യാലയത്തിൻ്റെയും അതിനെ ബന്ധപ്പെട്ടുകൊണ്ടാണ് രൂപം കൊള്ളുന്നത്. മഹാക്ഷേത്രം ഏതാണെന്ന് പറയേണ്ട ആവശ്യമില്ല, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. മഹാവിദ്യാലയം കാന്തല്ലൂർ ശാലയാണ്. അന്ന് ഈ കാന്തല്ലൂർ ശാലയിൽ പഠിക്കാനായിട്ട് കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ പോലും വന്നിരുന്നു. അങ്ങനെയാണ് നമ്മളെ ചില സൂചനകൾ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു മഹാവിദ്യാലയവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായ ഒരു ചെറിയ നഗരം. ആ നഗരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിരവധി കുന്നുകൾ, അതിനോട് ചേർന്നുള്ള താഴ്വരകൾ, വയലുകൾ, ആ വയലുകൾക്ക് ജലസേചനം നൽകുന്ന ജലമാർഗങ്ങൾ, ഇതാണ് നഗരത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത. അല്ലെങ്കിൽ നഗരത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. ആ നഗരത്തിലെ ഏറ്റവും പ്രധാന നദി എന്ന് പറയുന്നത് കരമനയാറ്. ഏതാണ്ട് കരമനയാറിൽ അവസാനം വന്ന് ചേരുമെങ്കിലും കരമനയാറിൽ നിന്ന് വ്യത്യസ്തമായ കിള്ളിയാറ്. അത് കഴിഞ്ഞിട്ട് നഗരം. അന്നത്തെ നഗരം എന്ന് പറഞ്ഞാൽ കരമന മുതൽ ഉള്ളൂർ വരെയാണ് പഴയ തിരുവനന്തപുരത്തിൻ്റെ പൊസിഷൻസ്. പടിഞ്ഞാറ് വശത്ത് കടൽ, കിഴക്ക് വശത്ത് കരമനയാറാണ്. അപ്പോൾ കരമനയാറ്, അവിടെ വടക്കേ അറ്റത്ത് കരമന എന്ന് പറയുന്ന സ്ഥലം, തെക്ക് വശത്ത് ഉള്ളൂർ, ഇത് ചേരുന്ന ഒരു കൊച്ചു നഗരം. ആ കൊച്ചു നഗരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിരവധി കുളങ്ങളുണ്ടായിരുന്നു, ജലാശയങ്ങൾ ഉണ്ടായിരുന്നു. ഈ കുളങ്ങളെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ ചെറിയ കൈത്തോടുകൾ. ആ കൈത്തോടുകൾ ചിലയിടത്തൊക്കെ വരുമ്പോൾ ഒരു കുറച്ച് വലുതാകുന്നു. അങ്ങനെ ഉള്ള രണ്ട് കൈത്തോടുകളാണ് പ്രധാനമായിട്ട്. പട്ടം ഭാഗത്തുകൂടി പട്ടം തോട്, ഉള്ളൂർ ഭാഗത്തുകൂടി ഉള്ളൂർ തോട്, കുറച്ചപ്പുറത്ത് വട്ടപ്പാറയിലും ഇതുപോലെ വേറൊരു തോടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ തോടുകൾ. നന്തൻകോടിനടുത്തൊരു കൊച്ചു തോടുണ്ട്, ഇപ്പോൾ അത് കാണാനേ ഇല്ല. ആ മാത്രം തോടെന്നാണ് പണ്ട് അതിന് അറിഞ്ഞിരുന്നത്. അതുപോലെ തന്നെ തെക്കണങ്കര തോട്, അത് ചാലയുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തുകൂടി പോയിട്ട് അത് സീവേജ് ഫാമിൻ്റെ അവിടം വരെ എത്തി കടലിനോട് ചേർന്നിരിക്കണം. ഇപ്പോൾ സീവേജ് ഫാമിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും ആ തോട് പ്രത്യക്ഷമാകുന്നതാണ്. തോട് തന്നെ ഇല്ല എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പ്രകൃതിയുടെ അനുകൂലമായ ഘടകങ്ങൾ ആയിരുന്നു തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ധാരാളം ഒരു കാർഷിക സമൃദ്ധിയും ഒക്കെയുള്ള ഒരു നഗരം. ആ നഗരത്തിന് അഭിമാനിക്കാനായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം, ഇതായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ പശ്ചാത്തലം. കാലം മാറിയതോടുകൂടി തിരുവനന്തപുരത്തിന് മാറ്റങ്ങൾ വരികയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു 1928-28കളിലായിരിക്കും ഇവിടെ നഗരാസൂത്രണം എന്ന് പറഞ്ഞൊരു ഒരു പദ്ധതി നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ തുടങ്ങിയത്. സർ CP-യുടെ കാലത്തൊക്കെ അതിൻ്റെ ഒരു നല്ല രീതിയിലുള്ളൊരു മെച്ചപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായി. അപ്പം ഈ ഒരു നഗരാസൂത്രണത്തിൻ്റെ, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു നഗരാസൂത്രണത്തിൻ്റെ ആ ഒരു ചരിത്രം കൂടെ സാർ ഒന്ന് പറയാമോ? അന്ന് റീജൻ്റ് റാണിയെ ഭരിക്കുന്നു സേതു ലക്ഷ്മിബായി. അവരെ തുടർന്നിട്ട് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വരികയാണ്. ചെറുപ്പമാണ്, വലിയ ഒരു നീണ്ട കാലം തനിക്ക് ഭരിക്കാനുണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ സങ്കല്പങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഈ രാജ്യഭരണം പഠിക്കാനായിട്ട് അദ്ദേഹത്തെ മൈസൂറിലേക്ക് അയക്കുകയാണ്. അന്ന് മൈസൂർ മൈസൂർ എന്ന് പറയുന്നത് ഒരു
പ്ലാൻഡ് സിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടക അതുപോലെ തൊട്ടടുത്ത് അവിടെ മാറിയിട്ട് ബാംഗ്ലൂരുണ്ട്. ഈ രണ്ടും കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള 2 നഗരങ്ങളാണ്. അപ്പം എൻ്റെ തലസ്ഥാനവും ഈ ബാംഗ്ലൂർ പോലെ അല്ലെങ്കിൽ ഒരു മൈസൂർ പോലെ ഒക്കെ ഒരു പരിഷ്കൃതമായ നഗരമാകണമെന്ന് സ്വാഭാവികമായി ചിത്രതിരുനാൾ ബാലരാമവർമ്മയ്ക്ക് തോന്നി. അന്ന് ബാംഗ്ലൂരിലൊരു ടൗൺ പ്ലാനർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബൊട്ടാണിസ്റ്റും കൂടിയാണ്. കുംബ്രികൾ എന്നാണ് പേര്. ജർമ്മനാണ്. ആ ജർമ്മൻ ഭാഷ സംസാരിച്ചിരുന്ന, എന്നാൽ ഇന്ത്യയിലെ നഗര ആസൂത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾ. ഈ കുംബ്രികളാണ് ലാൽബാഗ് ഡെവലപ്പ് ചെയ്തത്. ഈ കുംബ്രികളിനെ ചിത്രതിരുനാൾ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ അരുവിക്കരയിൽ നിന്ന് ഒരു ശുദ്ധജലം എത്തിക്കാനുള്ള ഒരു വാട്ടർ വർക്ക്സ് ആരംഭിക്കുന്നു. 1928 തന്നെ അതിൻ്റെ പണി ആരംഭിക്കുന്നു. അത് ഒരു 3-5 വർഷം നീണ്ടുപോകുന്നു. അപ്പോൾ അരുവിക്കരയിൽ നിന്ന് പൈപ്പിൻ്റെ കുഴലുകൾ വരുന്നു. അത് കവടിയാറിലൊക്കെ എത്തുമ്പോൾ ആ പൈപ്പിൻ്റെ കുഴൽ ഭൂമിക്കടിയിൽ കൂടിയാണ്. വഴയിലെ ഭാഗങ്ങളിലൊക്കെ അത് ഭൂമിയുടെ മുകളിൽ കൂടിയായിരുന്നു. എന്നാലും മിക്കവാറും അത് ഭൂമിക്കടിയിൽ കൂടിയാണ്. അപ്പോൾ ആ ഭാഗത്തെ ഒരു റിസർവ് ചെയ്ത് വയ്ക്കുക. അതെങ്ങനെയാണ്? അവിടെയൊക്കെ പൂന്തോട്ടങ്ങൾ, ഗാർഡൻസ് ഉണ്ടാക്കുക, ഒരു ചെയിൻ ഓഫ് ഗാർഡൻസ്. ഇതായിരുന്നു ചിത്രതിരുനാളിൻ്റെ മനസ്സിലെ മോഹം. അതിനാണ് ഈ കുംബ്രികളിനെ കൊണ്ടുവന്നത്. അദ്ദേഹമാണ് ഇന്ന് കാണുന്ന കനകക്കുന്ന് കൊട്ടാരം. ഇന്ന് അതിനെ പരിഷ്കരിച്ച് കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ എത്തുമോ എന്ന് ഭയപ്പെടേണ്ട ഒരു നിലയിലാണ്. പക്ഷേ അതിൻ്റെ തുടക്കക്കാരനും ഈ കുംബ്രികളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അധികം മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻകാരെയൊക്കെ സംശയിക്കുന്നു. അപ്പോൾ ജർമ്മൻകാരന് വലിയ സ്വാതന്ത്ര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ നഗരാസൂത്രണ അല്ലെങ്കിൽ നഗരപരിഷ്കരണ സംരംഭങ്ങളൊക്കെ അദ്ദേഹം പൊടുന്നനെ അവസാനിപ്പിക്കാൻ നിർബന്ധിതനാകുന്നു. അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് മടങ്ങുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ സംഭവങ്ങൾ പോവുകയാണ്. സർ, ഇപ്പോൾ ഈ നഗരത്തിൽ ഏറ്റവും നമുക്കിപ്പം ഒരു വേദനാജനകമായ അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ചൊരു കാര്യമാണ് ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം ശേഖരിക്കാനിറങ്ങിയ ഒരു തൊഴിലാളി ആളുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ശരിക്കും നമ്മുടെ ആമയിഴഞ്ചാൻ തോട് ഇങ്ങനെ ആയിരുന്നോ? എന്താണ് ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഒരു ചരിത്രം? കാരണം ഒരുപാട് നല്ല ജലസ്രോതസ്സുകളുള്ള ഒരു നഗരം കൂടിയാണല്ലോ നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്നത്. ആമയിഴഞ്ചാൻ തോടിനെ പറ്റി 2 അഭിപ്രായമുണ്ട്. ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ അത് ഈ വില്ലിംഗ്ടൺ വാട്ടർ വർക്ക്സ് നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു കനാലാണെന്നുള്ളതാണ്. അത് മുഴുവൻ ശരിയല്ല. എൻ്റെ സുഹൃത്ത് മലയൻകീഴ് ഗോപാലകൃഷ്ണന് മതിലകൻ രേഖയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് ഈ ആമയിഴഞ്ചാൻ എന്നല്ല, ആമത്തോടെന്നാണ് പഴയ പേര്. ഈ ആമത്തോടാണ് പിന്നീട് ആമയിഴഞ്ചാൻ തോടായിട്ട് മാറുന്നത്. പക്ഷേ ഈ ആമത്തോടിൻ്റെ അന്നത്തെ റൂട്ടും ഇന്നത്തെ ആമയിഴഞ്ചാൻ തോടിൻ്റെ റൂട്ടും ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് ഇന്നത്തെ ആമയിഴഞ്ചാൻ തോടിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ ആമയിഴഞ്ചാൻ തോട് ഒബ്സർവേറ്ററിയുടെ അവിടെ തന്നെയാണ്. ഈ വെള്ളത്തിൻ്റെ വാട്ടർ വർക്ക്സ് അതിനടുത്താണ്. നഗരത്തിലെ ഉയർന്ന ഒരു പ്രദേശം എന്ന നിലയിൽ അവിടെ ഈ അന്ന് പ്രധാനമായിട്ട് ആളുകൾക്ക് ഉപയോഗിക്കാനായിട്ട് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് പൈപ്പുകൾ ഉണ്ടായിരുന്നത്. അന്ന് ഈ പൈപ്പ് കണക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് സമ്പന്നർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇടത്തരക്കാർക്ക് പോലും സാധിക്കുകയില്ല. ദരിദ്രരായിട്ടുള്ള ആളുകളുടെ കാര്യം പറയുകയും വേണ്ട. എന്നാൽ ദരിദ്രരായിട്ടുള്ള ആളുകളും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ശുദ്ധജലം വേണം. ആ ശുദ്ധജലം വേണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ റോഡ് വക്കത്ത് മിക്കവാറും എല്ലാ ജംഗ്ഷനിലും, ശാസ്താമംഗലത്തായാലും വെള്ളയമ്പലത്തായാലും അല്ലെങ്കിൽ ഈ മ്യൂസിയം ജംഗ്ഷനിലാണെങ്കിലും നന്തൻകോടാണെങ്കിലും എല്ലാം ഒരു ടാപ്പ് ഉണ്ടാവും. ഈ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കണം. ആ വെള്ളം എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു സംവിധാനം വന്നപ്പോൾ ചിലപ്പോൾ അധിക ജലം വരും. അതായത് ശുദ്ധീകരിക്കുന്നതിൽ കുറച്ച് കൂടുതൽ വെള്ളം വരും. അത് ഒഴുക്കിക്കളയണം. ആ ഒഴുക്കിക്കളയുമ്പോൾ ആ വെള്ളം ഈ നേരത്തെയുള്ള ആമത്തോട് വഴി പോകട്ടെ എന്ന് തീരുമാനിക്കുകയാണ്. അദ്ദേഹം വാസ്തുവിദ്യ കുശലൻ എന്ന് പിന്നീട് തിരുവിതാംകൂർ സർക്കാർ ബഹുമതി നൽകി ആദരിച്ച ബാലകൃഷ്ണ റാവുവാണ് അന്നത്തെ ചീഫ് എഞ്ചിനീയർ. അദ്ദേഹമാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. അങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്ന തോടുകളെ പലയിടത്തും ഉപയോഗിച്ചും എന്നാൽ ചിലയിടത്ത് ആ തോടിൻ്റെ വിസ്തൃതി കൂട്ടിയും ആണ് ആമയിഴഞ്ചാൻ
തോട്. എന്നാൽ ആമേഴഞ്ചാൻ എന്ന് പറയുന്നത് ജനങ്ങളിട്ട പേരാണ്. അത് നേരത്തെ ആമത്തോടെന്നാണ് പേരെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ആ ആമത്തോട് വരെ നമുക്ക് അതിൻ്റെ ഗതിയെപ്പറ്റി ഒന്ന് പറയാം. അത് ഈ ഒബ്സർവേറ്ററി ഹിൽസിൻ്റെ താഴെ തുടങ്ങി ചിലപ്പോൾ പല പല കൈത്തോടുകൾ അവിടെ വന്ന് ചേരുന്നുണ്ടാവും. എനിക്ക് കിട്ടിയ മറ്റൊരു അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഊറ്റുകുഴിയിൽ നിന്ന് ഒരു സ്ട്രീം വരുന്നുണ്ട്. ഊറ്റുകുഴിയെപ്പറ്റി സ്വാതി തിരുനാളിൻ്റെ രേഖയിലൊക്കെ പറയുന്നുണ്ട്. ഊറ്റുകുഴിയുടെ ഒരു ആരാധകനായിരുന്നു മഹാകവി ചങ്ങമ്പുഴ. യൂണിവേഴ്സിറ്റി കോളേജിൽ താമസിക്കുമ്പോൾ അദ്ദേഹം ഊറ്റുകുഴിയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് അതിനടുത്തുള്ളൊരു ലോഡ്ജിൽ താമസിക്കുന്ന അദ്ദേഹം, എനിക്ക് അതറിയാവുന്ന കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതിരിക്കട്ടെ, അവിടെയൊക്കെ ഇപ്പോൾ ഫ്ലാറ്റുകൾ വന്നിരിക്കുന്നു. ഈ ഫ്ലാറ്റുകൾക്ക് അനുവാദം കൊടുക്കുമ്പോൾ ഈ നാച്ചുറൽ സ്പ്രിങ്സിൻ്റെ കാര്യവും അതുപോലെ കൈത്തോടുകളുടെ കാര്യവും ഒക്കെ നിയമമുണ്ട്, ഇത്ര അടി മാറിയിട്ട് വേണമെന്നൊക്കെ. പക്ഷേ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. എന്തിന്? വലിയ ചില പ്രധാനപ്പെട്ട ആശുപത്രികൾക്ക് വേണ്ടിയിട്ടും ഈ ആമേഴഞ്ചാൻ തോടിൻ്റെ ഗതി തന്നെ മാറ്റിയിട്ടുണ്ട്. വേറെയും സ്ഥാപനങ്ങളുടെ, ഞാൻ ആ പേരുകളൊന്നും ഇവിടെ പറയുന്നില്ല. അവിടെയൊക്കെ ബോട്ടിൽ നെക്കുകളുണ്ടായി. അതെല്ലാം തന്നെ ആമേഴഞ്ചാൻ തോടിനെ ഒരു അഴുക്കു ചാലാക്കി മാറ്റുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. പിന്നീട് ഈ ഒരു മാറ്റം ആദ്യകാലത്ത് ഉണ്ടാവുന്നില്ല. അന്ന് കർശനമായ നിയമങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കൊച്ചാർ റോഡ്, ആ കൊച്ചാർ റോഡിൻ്റെ അരികിൽ കൂടി വൈക്കോൽ ഉണക്കുമ്പോൾ ആ വൈക്കോൽ ഉണക്കിയതിൽ നിന്ന് കാറ്റത്തോ മറ്റോ പറന്നു വീണ് വൈക്കോല് കണ്ടിട്ട് കരയിലുള്ള വീട്ടുകാരെ കഠിനമായി രാജാവ് ശിക്ഷിക്കുകയാണ്. മതിലകൻ രേഖയിൽ അത് പറയുന്നുണ്ട്. ആ കുടുംബത്തെ അവിടുന്ന് ഉന്മൂലനാശം ചെയ്യുകയാണ്. കുറച്ച് ക്രൂരമായി പോയി എന്ന് തോന്നാം, പക്ഷെ കർശനമായ ശിക്ഷകളുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടി 1948 തിരുവിതാംകൂർ കൊച്ചി ലയനം നടക്കുന്നു. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ്റുകൾ മാറി മാറി വരുന്നു. അങ്ങനെ ഒരു എന്താണ് ഇതിൻ്റെ പൂർവ്വചരിത്രമോ ഒന്നും അറിയാത്ത ഉദ്യോഗസ്ഥന്മാർ വരുന്നു. അവർ താൽക്കാലികമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. ഈ താൽക്കാലികമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ സ്വാഭാവികമായ ജലസ്രോതസ്സുകൾ ഒന്നൊന്നായിട്ട് അപ്രത്യക്ഷമാകുന്നു. ഞാനൊരു 2-3 ഉദാഹരണങ്ങൾ പറയാം. മാഞ്ഞാലിക്കുളം എന്ന് പറഞ്ഞൊരു കുളം SME സ്കൂളിൻ്റെ പുറകുവശത്താണ്. അത് ഇന്ന് SME സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. SME സ്കൂളിൻ്റെ ഗ്രൗണ്ട് ആയതുകൊണ്ട് അവിടെ കുടിയേറ്റങ്ങളുണ്ടായില്ല, അല്ലെങ്കിൽ കയ്യേറ്റങ്ങളുണ്ടായില്ല എന്നൊക്കെ പറയാം. പക്ഷേ ആ കുളം നശിച്ചതുകൊണ്ട് ഒരു വാട്ടർ ബോഡി ഇല്ലാതാവുകയാണ് ചെയ്തത്. ഈ അനന്തപുര വർണ്ണനം എന്ന് പറയുന്ന പഴയ കാലത്തെ തിരുവനന്തപുരത്തെപ്പറ്റി വർണ്ണിക്കുന്ന ഒരു കൃതിയുണ്ട്, മണിപ്രവാള രചനയുണ്ട്. അതിനകത്ത് ഈ തിരുവനന്തപുരത്തെപ്പറ്റി പറയുന്നത് അനേകം പുണ്യതീർത്ഥങ്ങളുള്ള ഒരു പുണ്യനഗരം എന്നാണ്. അതിൽ പല പുണ്യതീർത്ഥങ്ങളും എന്നേക്കുമായിട്ട് പോയി. ശ്രീവരാഹം ഭാഗ്യവശാലുണ്ട്, അല്ലെങ്കിൽ ഋഷിമംഗലം ഭാഗ്യവശാലുണ്ട്. ഇതൊക്കെ ഈ ഋഷിമംഗലത്തെപ്പറ്റി അതുപോലെ ശ്രീവരാഹത്തെപ്പറ്റിയൊക്കെ 9-ാം നൂറ്റാണ്ടിൽ തന്നെ പരാമർശമുണ്ട്. സ്യാനന്തൂരപുര വർണ്ണനം എന്ന് പറയുന്ന കൃതി, അതിലും ഈ പറയുന്ന സംസ്കൃത കൃതിയാണ്, അതിലും ഈ തീർത്ഥങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. എന്നാൽ പല തീർത്ഥങ്ങളും ഇല്ല. ഉദാഹരണമായിട്ട് തമ്പാനൂരിൽ സ്റ്റേറ്റ് വെയർഹൗസിംഗ് കോർപ്പറേഷൻ്റെ ഒരു ഓഫീസും തമ്പാനൂരിനും ചാലയ്ക്കും ഇടയ്ക്കായിട്ടാണ് ഒരു സ്റ്റേറ്റ് വെയർഹൗസിംഗ് കോർപ്പറേഷൻ്റെ ഒരു ഓഫീസും പാർക്കിംഗ് ഏരിയയും ഉണ്ട്. പണ്ടത് ഒന്നാന്തരം ഒരു കുളമായിരുന്നു. ആ കുളത്തിൻ്റെ പേര് താമരക്കുളം എന്നാണ്. താമരക്കുളം എന്നേക്കുമായിട്ട് പോയി. ഞാൻ നേരത്തെ പറഞ്ഞ മാഞ്ഞാലിക്കുളം, ഈ മാഞ്ഞാലിക്കുളം എന്നേക്കുമായിട്ട് പോവുകയാണ്. അത് നമുക്ക് റിവൈവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് തീർച്ചയായിട്ടും ആലോചിക്കണം. അതിനുവേണ്ടി ഒരു ശ്രമം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോംസൺ ആത്മാർത്ഥതയോടുകൂടി ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരും കൂടി പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയപ്പോഴേക്കും ഒരു സുപ്രീം കോടതിയുടെ വിധി വന്നു. ആ കോടതിയുടെ വിധി വന്നതോടുകൂടി ആ പ്രോജക്റ്റ് അവിടെ വെച്ച് അവസാനിക്കുകയാണ്. പിന്നീട് അതിന് കണ്ടിന്യൂറ്റി ഉണ്ടായില്ല. വയലുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നഗരത്തിനുള്ളിൽ വയലേ ഇല്ല. നേരത്തെ പണ്ടങ്ങനെയല്ല. കരമനയിൽ വയലുണ്ടായിരുന്നു, നേമത്ത് വയലുണ്ടായിരുന്നു, ആറന്നൂരിൽ വയലുണ്ടായിരുന്നു, ശാസ്തമംഗലത്ത് ഏലാകൾ എന്ന് പറയും തിരുവനന്തപുരം ഭാഷയിലെ ഏലകൾ. ഈ ഏലകളൊക്കെ തന്നെ വെള്ളത്തെ സംരക്ഷിച്ചിരുന്നു. മഴയിൽ തിമിർത്ത് മഴ പെയ്യുകയാണെങ്കിൽ അധികം വരുന്ന വെള്ളം എന്ന് പറയുന്നത് നേരെ ഈ വയലിലേക്ക് ഒഴുകിയെത്തും. ആർതർ കോസ്ലർ, പ്രശസ്തനായ
ഇടതുപക്ഷ സാഹിത്യകാരൻ. അദ്ദേഹം 1958-59 കാലത്ത് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചു, എവിടെയാണ് ഈ നഗരം? എനിക്ക് നഗരം കാണാൻ പറ്റുന്നില്ല. നഗരത്തിൻ്റെ ഒരു അനുബന്ധമാണ് ഈ തിരുവനന്തപുരം എന്നൊരു തമാശയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം ഇവിടെയുള്ള ഈ തെങ്ങും പുരയിടങ്ങളും ഈ വയലുകളും പണകൾ എന്ന് തിരുവനന്തപുരത്തുകാർ പറയുന്ന കൃഷിയിടങ്ങളും കണ്ടിട്ടായിരുന്നു. സാർ, അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന് ഒരു വലിയ മാറ്റം സംഭവിച്ചു എന്ന് പറഞ്ഞു. കാരണം രാജഭരണ കാലത്തു നിന്ന് ഈ നമ്മുടെ ജനാധിപത്യ ഭരണത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് ഒരുപാട് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് സ്വാഭാവികമായ കാര്യമാണ്. ഏതു തരത്തിലുള്ള മാറ്റമാണ് നമ്മുടെ തലസ്ഥാനത്തിന് അങ്ങനെ ഉണ്ടായത്? പെട്ടെന്ന് വലിയ തോതിൽ മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിലെ ജോലി തേടിപ്പോയി. അപ്പോൾ ജോലി തേടിപ്പോയ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ പലർക്കും അവരുടെ കുടുംബത്തെ കൊണ്ടുപോകാൻ സാധിച്ചില്ല, പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ. അപ്പോൾ അവർക്ക് നാട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ ഈ തിരുവനന്തപുരത്തെ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. 1980-കളിലാണ് ഈ മാറ്റം വരുന്നത്. ഇൻ്റർനാഷണൽ എയർപോർട്ടായതോടുകൂടി ഈ ഗൾഫിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ കുടുംബം തിരുവനന്തപുരത്തേക്ക് പറിച്ചു നടപ്പെടുന്നു. അത് ചിലപ്പോൾ മധ്യ കേരളത്തിൽ നിന്നായിരിക്കും, മധ്യ തിരുവിതാംകൂറിൽ നിന്നായിരിക്കും, പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ തിരുവനന്തപുരത്തേക്ക് വരുന്നു. അപ്പോൾ അവരുടെ കുട്ടികൾ തിരുവനന്തപുരത്ത് പഠിക്കുന്നു. പുതിയ പുതിയ പബ്ലിക് സ്കൂളുകൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ നഗറുകളുണ്ടാകുന്നു. ഈ നഗറുകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഈ വയലുകൾ നികത്തിയിട്ടാണ് നഗറുകൾ ഉണ്ടായത്. ഈ വയലുകൾ നികത്തിയുണ്ടായ നഗറുകൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ അപകടത്തെപ്പറ്റി മനസ്സിലാക്കിയില്ല. അവിടെ വാസ്തവത്തിൽ അവിടെ തരം മാറ്റി ഭൂമിയുടെ പ്രമാണമൊക്കെ നടക്കുമ്പോഴും ഈ വാട്ടർ ബോഡിക്ക് കടന്നു പോകുവാൻ, സുഗമമായി പോകുവാനുള്ള ഒരു സൗകര്യങ്ങൾ ഒരുക്കി വച്ചിട്ട് വേണമായിരുന്നു ഈ നഗറുകൾ വേണ്ടിയിട്ടുള്ള ലാൻഡ് അലോട്ട്മെൻറ്റിൽ തന്നെ നിയമങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. അന്നത്തെ കോർപ്പറേഷൻ അത് ശ്രദ്ധിച്ചില്ല, അന്നത്തെ ഭരണകൂടം അത് ശ്രദ്ധിച്ചില്ല. ആ 80-കളിലായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ മാറ്റം ഉണ്ടാകുന്നത്. ആദ്യകാലങ്ങളിൽ അതൊരു ഭയപ്പെടുത്തുന്ന മാറ്റമായിരുന്നില്ല. കാലം ചെന്നു, ആ 80-കളിലെ സ്ഥിതി 90-കളിലെ കൂടുതൽ നഗറുകളുണ്ടാകുന്നു, കൂടുതൽ ജനവാസം ഉണ്ടാകുന്നു. അങ്ങനെ അപ്പോൾ ഈ അരുവിക്കരയിൽ നിന്ന് വരുന്ന വെള്ളം മതിയാകാതെ വരുന്നു. പേപ്പാറയിൽ പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കുന്നു. ആ പേപ്പാറയും അരുവിക്കരയും കൂടി ബന്ധിപ്പിക്കുന്നു. അത് വീണ്ടും എത്തുന്നു, സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുന്നു. അങ്ങനെ മാറ്റങ്ങൾ വരികയാണ്. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ സാധനങ്ങൾ പൊതിയാനായിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗ് എന്ന് പറയുന്ന ഒരു ആശയം പണ്ട് ഉണ്ടായിരുന്നില്ല. ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ലക്ഷ്യമാക്കുന്ന സർക്കാരുകൾ ഒരു ബദൽ സംവിധാനം വാസ്തവത്തിൽ പരിചയപ്പെടുത്തേണ്ടതായിരുന്നു. നമുക്ക് സന്നദ്ധ സംഘടനകളുണ്ട്, നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് കേരളത്തിന് അഭിമാനിക്കാൻ. ഉയർന്ന സാക്ഷരത, അതുപോലെ ഉയർന്ന പ്രാഥമിക വിദ്യാഭ്യാസം ആർജിക്കുന്നവരുടെ എണ്ണം മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതലാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പുതിയ പുതിയ പരീക്ഷണങ്ങളെ കൊണ്ടുവരേണ്ടിയിരുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാലിന്യമാണല്ലോ ഇപ്പോഴത്തെ ഒരു ഭീകര പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, സാറ് തന്നെ പറഞ്ഞ് പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്, ഈ 70-കളിലും 60-കളിലും 70-കളിലും ഒക്കെ നമ്മുടെ തിരുവനന്തപുരം ഒരു ക്ലീൻ സിറ്റി എന്ന ഇമേജിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ 80-കൾക്ക് ശേഷം തിരുവനന്തപുരത്തിൻ്റെ ആ ഒരു രീതി തന്നെ മൊത്തത്തിൽ അങ്ങ് മാറുകയായിരുന്നു. അതായത് ഈ ക്ലീൻ സിറ്റിയിൽ നിന്ന് തിരുവനന്തപുരം ടോട്ടലി ഒരു മാലിന്യത്തിലേക്ക്, അല്ലെങ്കിൽ എവിടെയും മാലിന്യമാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. സാറ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിനോട് ചേർത്ത് സാർ ഇത്രയും നേരം പറഞ്ഞ കാര്യത്തോട് ചേർത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്തുണ്ടോ? വളരെ കൗതുകകരമായൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഇൻഡോറാണ്. ഒരു കാലത്ത് തിരുവനന്തപുരം ആയിരുന്നു. ഈ പറയുന്ന വയലുകളൊക്കെ നികത്തുന്ന 80-കൾ വരെ തുടർച്ചയായിട്ട് ക്ലീനസ്റ്റ് സിറ്റി എന്നുള്ളതിൻ്റെ പരിഗണന, അംഗീകാരം തിരുവനന്തപുരത്തിനായിരുന്നു. തിരുവനന്തപുരത്തെ ഈ നഗരത്തിൻ്റെ ഒരു സൃഷ്ടാവായിട്ട് നമുക്കൊരാളിനെ പറ്റി പറയാമെങ്കിൽ അത് ടി മാധവറാവു ആണ്, സർ ടി മാധവറാവു. അദ്ദേഹമാണ് വാസ്തവത്തിൽ നഗരം എന്ന് പറയുന്നത് കോട്ടയ്ക്കകത്ത് നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് സെക്രട്ടേറിയറ്റ് വരുന്നു, ഹജൂർ കച്ചേരി വരുന്നു, അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി കോളേജ് വരുന്നു, നേപ്പിയർ മ്യൂസിയം വരുന്നു, ജനറൽ ഹോസ്പിറ്റൽ വരുന്നു. അദ്ദേഹം തന്നെയായിരുന്നു ഈ ഇൻഡോറിലെയും ഭരണാധികാരി.
അദ്ദേഹത്തിന് ഈ സർ ടി മാധവറാവുവിന് പലപ്പോഴും നമ്മൾ ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ പേര് അനുസ്മരിക്കാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ്, നഗര ആസൂത്രണത്തെപ്പറ്റി ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അദ്ദേഹം നികുതി എങ്ങനെയാണ് ടാക്സ് പിരിക്കേണ്ടതെന്നുള്ളതിനെപ്പറ്റി അദ്ദേഹത്തിന് ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ റോഡ് സർവീസിനെ പറ്റി അദ്ദേഹത്തിന് ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. ഇവിടെ ഷൊർളക്കോട് നെടുമങ്ങാട് ഷൊർളക്കോട് എന്ന് പറഞ്ഞ ഒരു റോഡ് ഒക്കെ സംവിധാനം ചെയ്യുന്നതിൽ മാധവറാവുവിന് വലിയ പങ്കുണ്ട്. അദ്ദേഹം ഇതുപോലെ ഇൻഡോറിലും അതുപോലെ ബറോഡയിലും ഒക്കെ തന്നെ അത്ഭുതങ്ങൾ കാണിച്ച ആളാണ്. ഞാൻ പറഞ്ഞത് ഒരു ഭാവനയുള്ള, ഞാൻ ഈ മാധവറാവുവിനെ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഭാവനയുള്ള ദീർഘവീക്ഷണമുള്ള അല്ലെങ്കിൽ ക്രാന്തദർശിയായ ഒരു ഭരണാധികാരിക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇനിയും തിരുവനന്തപുരം പ്രതീക്ഷിക്കുന്നത്, കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു ഭരണാധികാരിയുടെ ഇടപെടലാണ്. അത് വളരെ സാറ് പറഞ്ഞത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സാറിനോട് ചോദിക്കുകയാണ്, നമ്മുടെ ഈ ഒരു നഗരത്തിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നാണ് സാർ ചിന്തിക്കുന്നത്? ഈ ഭാവി എപ്പോഴും ഭൂതകാലത്തെ പഠിച്ചുകൊണ്ട് വേണം. നമ്മൾ ഇന്നലകളുടെ പ്രത്യേകതകൾ, ഒരു നഗരം എന്ന് പറഞ്ഞാൽ അത് മാപ്പിലെ ഒരു അടയാളമല്ല. നഗരം എന്ന് പറയുന്നതിന് ജീവനുണ്ട്. നഗരത്തിന് ശ്വസിക്കാൻ കഴിയും, ഉച്ഛ്വസിക്കാൻ കഴിയും, നെടുവീർപ്പിടാൻ കഴിയും, കരയാൻ കഴിയും. ഇത് മനസ്സിലാക്കാൻ ഒരു ഭരണാധികാരിക്ക് കഴിയണം. നമ്മൾ പെട്ടെന്നൊരു മഴ തുടർച്ചയായി പെയ്യുമ്പോൾ അന്നേരം അല്ല മാലിന്യങ്ങൾ മാറ്റേണ്ടതിനെപ്പറ്റി ആലോചിക്കേണ്ടത്. ഞാൻ വളരെ വിലക്ഷണമായ ഒരു മുദ്രാവാക്യത്തെപ്പറ്റി കൂടി പറയട്ടെ. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം. എനിക്കത് കേട്ടിട്ട് വായ്പൊത്തി ചിരിക്കാനാണ് തോന്നുന്നത്. എന്തൊരു അർത്ഥമില്ലാത്തൊരു മുദ്രാവാക്യം. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം. ആരാണ് ഈ എൻ്റെ? ആരാണ് ഇതിനകത്തെ വ്യക്തി? അത് മനുഷ്യർ, നമ്മുടെ സമൂഹം, ഭരണാധികാരി, ഇവർക്കെല്ലാം എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന ആശയത്തിലേക്ക് ഒന്നിക്കണം. അതല്ലാതെ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരർത്ഥവുമില്ലാത്ത ആ ലോഗോ അവിടെ തൊട്ട് നമ്മൾ പിഴച്ചു എന്ന് ഞാൻ പറയും. അത് ഈ ഭരണാധികാരികൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ചിന്തിക്കുന്ന രീതിയിലായിരിക്കുമല്ലോ ഒരു പക്ഷേ അവർ അങ്ങനെ സ്ലോഗനൊക്കെ സൃഷ്ടിക്കുന്നത്. എനിക്കറിയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ മാലിന്യ പ്രശ്നം ഇത്രയും രൂക്ഷമാകാനുള്ളൊരു കാരണം വിളപ്പിൽശാല ആണെന്ന് നമുക്ക് ഒരു പക്ഷേ തോന്നാം. കാരണം വിളപ്പിൽശാല മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടിയ അതിന് ശേഷം, അല്ലെങ്കിൽ അവിടെ അത് തുടർന്ന് പ്രവർത്തിക്കുമ്പോൾ പോലും അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ മാലിന്യങ്ങൾ പ്രോപ്പറായിട്ട് അത് സംസ്കരിച്ചില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിലുള്ള പല രോഗങ്ങളും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അക്കാലത്ത് ഒരുപാട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിളപ്പിൽശാല പോലൊരു മാലിന്യ പ്ലാന്റ് അല്ലെങ്കിൽ സംസ്കരണ പ്ലാന്റ് ഇനി തിരുവനന്തപുരത്ത് സാധ്യമാകുമോ? തീർച്ചയായിട്ടും സാധിക്കില്ല. കാരണം പബ്ലിക് പ്രൊട്ടസ്റ്റ് അത്ര ശക്തമായിരുന്നു. അതിന് ബദലായിട്ട് കൊണ്ടുവന്ന പരിപാടിയും വിജയിക്കുന്നില്ല. അതായത് ഉറവിടങ്ങളിൽ വെച്ച് തന്നെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുക. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ നേരെ തൊട്ട് മുമ്പ് അതിന് ശേഷം കുറേ വീപ്പകൾ വന്നിട്ട് അവിടെ മാലിന്യങ്ങളൊക്കെ കൂമ്പാരമാവും. അപ്പോൾ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകും. ഇതൊക്കെയാണ് ഞാൻ കാണുന്നത്. ഈ ഉറവിടങ്ങളിൽ സംസ്കരിക്കുക എന്ന് പറയുന്നത് ഫലപ്രദമാകുന്നില്ല. അതുകൊണ്ട് അതിന് പകരമായിട്ട് ചില നിർദ്ദേശങ്ങൾ ഉണ്ട്. ആ നിർദ്ദേശങ്ങൾ ഭരണാധികാരികളോടാണല്ലോ പറയേണ്ടത്. എങ്കിലും പറയട്ടെ, ഒരു 4-5 സ്ഥലങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അവിടെ നമ്മൾ അവിടേക്ക് ഇത് കൃത്യമായിട്ട് ഇത് കൊണ്ടുവരണം. അല്ലാതെ ഓരോ സ്ട്രീറ്റിലും നമുക്ക് വെച്ചിട്ട് ഇത് നശിപ്പിക്കാൻ സാധിക്കുകയില്ല. ഓരോ റോഡുകളിലും വെച്ചിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. കുറച്ച് വേക്കൻറ്റ് സ്പേസ് ഇതിനായിട്ട് നമ്മൾ കണ്ടെത്തിയേ തീരൂ. പക്ഷേ അവിടെ വെച്ചിട്ട് ഇത് ദിവസങ്ങളോളം ചീഞ്ഞ് നാറിക്കിടക്കാൻ ഇടയാവരുത്. അപ്പോൾ നശിപ്പിക്കുക. ഉറവിടങ്ങളിൽ നശിപ്പിക്കുകയല്ല, ഉറവിടങ്ങളിൽ തന്നെ ഇത് നശിപ്പിക്കാനല്ല, ഇത് അപ്പോൾ നശിപ്പിക്കുക. അതിനായിരിക്കണം ഊന്നൽ കൊടുക്കേണ്ടതെന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. പക്ഷേ
സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാലിന്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള ഈ ജലസ്രോതസ്സുകളിലേക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസിലേക്ക് കൊണ്ട് എല്ലാവരും കൊണ്ട് നിക്ഷേപിക്കുക. ഇതെല്ലാം നേരെ ചെല്ലുന്നത് ഈ നമ്മുടെ നദികളിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ തോടുകളിലേക്കുമൊക്കെയാണ്. ഒരിക്കൽ ജഗതി ശ്രീകുമാർ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഞാനിപ്പം ഓർക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ നദികളുടെയും ഈ അരുവികളുടെയും അല്ലെങ്കിൽ ഈ തോടുകളുടെയൊക്കെ കരയിൽ അവർ ഇരിക്കാനുള്ള സ്പേസുകൾ ഉണ്ടാക്കുക, അവിടെ ഭക്ഷണം കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാക്കുക, അതായത് ഈവനിങ് വന്ന് ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വിശാലമായ സ്പേസാക്കി അതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ തിരുവനന്തപുരത്തെ തോടുകൾക്ക് മുമ്പിലൂടെയോ അല്ലെങ്കിൽ തോടുകൾക്ക് സമീപത്തൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ മൂക്ക് പൊത്താതെ നമുക്ക് പോകാൻ കഴിയില്ല എന്നൊരു കമൻറ്റ് അദ്ദേഹം പറഞ്ഞു. അത് അന്ന് അക്കാലത്ത് ഒരു ഭയങ്കര വൈറലായ, ഈ സോഷ്യൽ മീഡിയ പോലും ഇല്ലാതിരുന്ന കാലത്താണെന്ന് ഓർക്കണം. അക്കാലത്ത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു കമൻറ്റ് കേൾക്കുമ്പോൾ സാറിന് ശരിക്കും എന്താ തോന്നുന്നത്? വാസ്തവത്തിൽ അങ്ങനെയാണ്. ഇത് എല്ലാ ഭരണകൂടങ്ങളും ഇങ്ങനെ, ഇപ്പോൾ യൂറോപ്പിലെ നെതർലൻഡ്സിൽ അത് കണ്ടിട്ടായിരിക്കണം ജഗതി ശ്രീകുമാർ അത് പറഞ്ഞത്. നമ്മുടെ ആലപ്പുഴയിലും ഇതുപോലെ കമേഴ്ഷ്യൽ കനാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് വിഭാവനം ചെയ്തത്. ഇവിടെയും സാധിക്കുമായിരുന്നു. കാരണം ഈ പറയുന്ന പോലെ ഒരു പ്ലാൻഡ് സിറ്റി അല്ലെങ്കിൽ കൂടിയും ഒരു പ്ലാൻഡ് സിറ്റി ആണെന്ന് അല്ലെങ്കിൽ പ്ലാൻഡ് സിറ്റി ആണെന്ന് വിചാരിക്കുന്നതിൻ്റെ ചില ആനുകൂല്യങ്ങൾ സ്വാഭാവികമായി ഉള്ളതുകൊണ്ട് അത് ഇനിയും സാധിക്കും. ഇപ്പോൾ കൊച്ചാർ എന്ന് പറയുന്ന ഇതിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. അത് പണ്ടൊരു വെള്ളം പോകുന്ന മാർഗ്ഗം, അത് അടച്ചിട്ട് അവിടെ കുഴൽ വരുന്നു. തെക്കണങ്കര തോട്, അവിടെ ഒരു കുഴലാണ്, കനാലൊന്നും ഇല്ല. അപ്പോൾ ആ കനാലുകളില്ല. കരമനയാറിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഒരു കാലത്ത് ഞാൻ ഇടയ്ക്ക് പറയട്ടെ, തിരുമല എന്ന് പറയുന്ന സ്ഥലത്ത് ചക്രത്താൻ കടവ് എന്ന് പറയുന്ന കടവിൽ നിന്ന് ആണ് സ്വർണ്ണക്കുടങ്ങളിലും വെള്ളിക്കുടങ്ങളിലും വെള്ളം നിറച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള നിവേദ്യങ്ങൾ തയ്യാറാക്കാനായിട്ട് കൊണ്ടുവന്നിരുന്നത്. ഒരു പട്ടാളക്കാരൻ അതിന് ഒരു ജമേദാർ ഉണ്ടാവും, അയാളുടെ കീഴിൽ ജമേദാരന്മാരുണ്ടാവും, നായിക്മാരുണ്ടാവും. അവർ വലിയ ഘോഷയാത്രയായിട്ടാണ് വെള്ളം കൊണ്ടുവരുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളയമ്പലം പാലസിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിവേദ്യങ്ങൾ ഒരുക്കാനായിട്ട് അതും ഇങ്ങനെ ആഘോഷപൂർവ്വം കൊണ്ടുവന്നിരുന്നു. ആ ചക്രത്താൻ കടവിൻ്റെ ഇന്നത്തെ അവസ്ഥ പരമദയനീയമാണ്. അവിടെ ഇറങ്ങി നിന്നാൽ കാല് ചൊറിയും. എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ വരുന്നത്? നമുക്കറിയാം, ആളുകൾ അവരുടെ വീടുകളിലെ മാലിന്യങ്ങൾ ഒരു വിഷമവും ഇല്ലാതെ, ഒരു വീണ്ടുവിചാരവും ഇല്ലാതെ കരമനയാറ്റിലേക്ക് ഒഴുക്കി വിടുകയാണ്. അങ്ങനെയാണ് ഈ കരമനയാറ്റിലെ വെള്ളം ഈ നിലയിലായത്. നമുക്കറിയാം, തിരുവനന്തപുരത്തെ ഒരുപാട് പെട്ടെന്ന് സ്വകാര്യ ആശുപത്രികൾ വന്നു. ആ ആശുപത്രികളിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ, അതുപോലെ ശക്തരായിട്ടുള്ള ആളുകൾ അവരുടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ ഈ കനാലുകളെ തന്നെ മാറ്റുന്നു. അതൊക്കെയാണ് നമുക്ക് നിയമം കൊണ്ട് തടയേണ്ടത്. നിർദാക്ഷിണ്യം അത് തടയണം. കാരണം അവസാനം നമ്മൾ ചെന്നെത്തേണ്ടത് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ഇതിനെല്ലാം സമാധാനം പറയേണ്ടി വരും എന്ന് ഓർത്തുകൊണ്ട് വേണം ഓരോ പ്രവർത്തനങ്ങളും. സാർ ഇത് പറഞ്ഞപ്പോഴാണ് ഈ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ ആ ഒരു കാര്യം കേൾക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് പാർവതി പുത്തനാറിൻ്റെ ഒരു കാര്യം. കാരണം തിരുവനന്തപുരത്ത് നിന്ന് വർക്കല ഭാഗത്തേക്കൊക്കെ ഈ അന്ന് കാലത്ത് ചരക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഈ ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു തോടാണല്ലോ, അല്ലെങ്കിൽ ഒരു കനാലാണല്ലോ ഈ പാർവതി പുത്തനാർ എന്ന് പറയുന്നത്. ശരിക്കും പാർവതി പുത്തനാറിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ? പാർവതി പുത്തനാറിനെ പറ്റി പറഞ്ഞത് നന്നായി. ഞാനത് പറയേണ്ടതായിരുന്നു, വിട്ടുപോയതാണ്. ഒരു ഹോഴ്സ്ലി എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തത്, പാർവതി പുത്തനാറിൻ്റെ. അന്ന് റാണി പാർവതിബായി ഭരിക്കുന്നു, സ്വാതിരുന്നാളിൻ്റെ കുഞ്ഞമ്മ. അന്ന് ഹോഴ്സ്ലി അദ്ദേഹത്തിന് കപ്പിത്താൻ എന്നാണ് മതിലകൻ രേഖകളിൽ പറയുന്നത്. ഈ കപ്പിത്താൻ എന്ന് പറഞ്ഞ ആൾ അത് വള്ളക്കടവിൽ നിന്ന് അത് ചാക്ക തോട് വഴി അത് കണിയാപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് വർക്കല വഴി മറ്റ് കായലുകളുമായിട്ട് ബന്ധപ്പെടുത്തി വേഗത്തിൽ കൊല്ലത്തെത്താനായിട്ടുള്ള ഒരു ജലമാർഗം എന്നുള്ള നിലയിലാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഇന്ന് പരമദയനീയമാണ് പാർവതി പുത്തനാറിൻ്റെ സ്ഥിതി. അത് എന്താ കാരണമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആളുകൾ അവരുടെ വീട് അല്ലെങ്കിൽ പറമ്പ് വലുതാക്കാൻ വേണ്ടിയിട്ട് ഈ പാർവതി പുത്തനാറ് തന്നെ ഇടിച്ച് അങ്ങോട്ട് നിറയ്ക്കുന്നു. കിട്ടുന്ന സാധനങ്ങളെല്ലാം അവിടെ കൊണ്ട് തള്ളുന്നു. ഇതിനിടയ്ക്ക് പാർവതി പുത്തനാറ് എല്ലാ വർഷവും നന്നാക്കുന്നതായിട്ട് രേഖകളിൽ വരുന്നു. പ്രശസ്ത ജേർണലിസ്റ്റായ സായിനാഥ് പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു വേനൽ ഇഷ്ടമാണ്. ഞാൻ അതിനെ ഒന്ന് തിരുത്തി പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പാർവതി പുത്തനാർ ശുചീകരണം ഇഷ്ടമാണ് എന്ന് പറയേണ്ടി വരും. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു.
അതുപോലെ തന്നെ സാർ നേരത്തെ ഒരു സൂചന തന്നത് തെക്കണങ്കര തോടിനെ കുറിച്ചിട്ടാണ്. കാരണം ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു തെക്കണങ്കര തോട് തിരുവനന്തപുരത്തുകാർ ഒരുപാട് ആശ്രയിച്ചിരുന്ന ഒരു ജലസ്രോതസ്സായിരുന്നു. ഇപ്പോൾ തെക്കണങ്കര തോടും കേൾക്കാൻ പോലും ഇല്ലാത്തൊരു ഒരു 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 ജലാശയമായി അല്ലെങ്കിൽ ജലസ്രോതസ്സായി അത് മാറിയിരിക്കുകയാണ്. എന്താണ് അതിൻ്റെയും കൂടെ ഒരു അവസ്ഥ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഴലുകളിൽ കൂടിയാണ് ഇപ്പോൾ തെക്കണങ്കര ഒഴുകുന്നത്. അതിൻ്റെ പേര് തെക്കണങ്കര എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പേരുണ്ട്, ദക്ഷിണ ഗംഗ. എത്ര ഗംഭീരമായ പേര്! ആ ദക്ഷിണ ഗംഗ എന്ന് ഒരു കാലത്ത് തിരുവനന്തപുരത്തുകാർ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്ത് കൂടി ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന ആ തെക്കണങ്കര തോട് ഇന്നില്ല. കുഴലുകളിൽ കൂടിയാണ് തെക്കണങ്കര തോട് ഒഴുകുന്നത്. ആ പല സ്വകാര്യ സ്ഥാപനങ്ങൾ അവരുടേതാക്കി കഴിഞ്ഞിരിക്കുന്നു. അതാണ് നിർഭാഗ്യകരമായ ഒരു നില. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. കാരണം നമ്മൾ തിരുവനന്തപുരത്തുകാർ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തമ്പാനൂരേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. കാരണം തമ്പാനൂർ പലപ്പോഴും എൻ്റെ വാഹനം പോലും ഞാൻ കാറുമായിട്ട് പോയ വഴിക്ക് തമ്പാനൂർ വെള്ളം അകത്ത് കയറിയിട്ട് സ്റ്റക്കായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ തമ്പാനൂർ ഇങ്ങനെ ഒരു വെള്ളക്കെട്ടാകാനുള്ള ഒരു കാരണം എന്തെങ്കിലും തരത്തിലുള്ള ആസൂത്രണം ഇല്ലായ്മയായിരുന്നു? അവിടെ എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? വാസ്തവത്തിൽ റെയിൽവേ സ്റ്റേഷന് പണ്ട് അത് ചാക്കയിൽ അവസാനിച്ചിരുന്നു. ഇന്ന് അവിടെ ഒരു ബ്രഹ്മോസ് മിസൈലിൻ്റെയൊക്കെ സ്ഥാപനമൊക്കെ ഉള്ള ആ ചാക്കയിൽ അവസാനിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ആളുകൾക്ക് അവിടുന്ന് വാഹനങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് എത്തണം. അതിൻ്റെ അസൗകര്യം ഓർത്തിട്ട് തമ്പാനൂരിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അന്നേ ഇത് മുൻകൂട്ടി കണ്ടു. കാരണം തമ്പാനൂർ എന്ന് പറയുന്നത് ഒരു ഏലയാണ്. മേലെ തമ്പാനൂരിലാണ് ജനങ്ങൾ താമസിക്കുന്നത്. മറ്റേ സാധാരണ ഇന്ന് തമ്പാനൂർ എന്ന് പറയുന്ന സ്ഥലം അന്ന് വയലാണ്. അതായത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് നിൽക്കുന്ന, ആ മസ്ജിദ് പള്ളി നിൽക്കുന്ന, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്ന ആ തമ്പാനൂർ പഴയ ഏലയാണ്. അപ്പോൾ ആ ഏല നികത്തിയിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ വന്നത് എന്നതുകൊണ്ട് അവിടെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അവിടെ വെള്ളം ഒരു മഴക്കാലത്ത് വരും. കാരണം താഴ്ന്ന സ്ഥലമായതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടിട്ട് ആ തമ്പാനൂരിൽ ഈ വാട്ടർ ബോഡി, ഒരു വെള്ളം ശേഖരിക്കുന്ന ഒരു വാട്ടർ ബോഡി വേണം. ഓപ്പറേഷൻ അനന്തയുടെ കാലത്ത് അതിനൊരു നീക്കം ഉണ്ടായിരുന്നു. ഇന്നത്തെ പൊന്നറ ശ്രീധർ പാർക്കിൻ്റെ ഭാഗത്ത് ഒരു വാട്ടർ പാർക്ക് ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ആ വാട്ടർ പാർക്കിൻ്റെ മുകളിൽ ഒരു ആർട്ടിഫിഷ്യൽ ഒരു ദ്വീപ് പോലെ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് അവിടെ പാർക്ക് വരുന്നു. അതിൻ്റെ താഴെ വെള്ളം കളക്ട് ചെയ്യുക എന്നൊക്കെ ആലോചിച്ചിരുന്നു. ഒന്നും മുമ്പോട്ട് പോയില്ല. ഭരണം മാറ്റം ഉണ്ടാകുമ്പോഴേക്കും ആ തുടർച്ച നഷ്ടപ്പെടുന്നു. ദുഃഖകരമായൊരു സ്ഥിതിയാണ്. ഈ ഭരണം മാറുമ്പോൾ ഈ തുടർച്ച നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ നമുക്ക് സാർ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിച്ച ഒരു കാര്യം നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ഓപ്പറേഷൻ അനന്ത എന്ന് പറയുന്ന തലസ്ഥാനത്തിന് ഒരു വലിയ മാറ്റമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു പ്രോജക്റ്റ്, അത് പെട്ടെന്ന് നിന്നു പോവുകയാണ് ഉണ്ടായത്. ഈ ഓപ്പറേഷൻ അനന്ത ശരിക്കും നടന്നിരുന്നെങ്കിൽ തിരുവനന്തപുരത്തിന് വലിയൊരു മാറ്റം ഉണ്ടാകുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും. അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ജിജി തോംസന് അവസാനം തൻ്റെ ദുഃഖത്തിൻ്റെ ഭാണ്ഡം ഒരു ഉപന്യാസം എഴുതി അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഉപന്യാസ സമാഹാരത്തിന് എന്നോടാണ് അവതാരിക എഴുതാനായിട്ട് ജിജി ആവശ്യപ്പെട്ടത്. ഞാൻ ആണ് അവതാരിക എഴുതിയത്. ഞാനത് പറയാൻ കാര്യം, എനിക്കറിയാം അതിൽ പ്രവർത്തിച്ചിരുന്നവരുടെ ഓരോരുത്തർക്കും ഈ ദുഃഖമുണ്ട്. അത് വീണ്ടും പറയട്ടെ, മേയർമാർ വരും പോകും, റെയിൽവേയിലെ ഉദ്യോഗസ്ഥന്മാർ വരും പോകും, തദ്ദേശ സ്വയംഭരണ മന്ത്രിമാർ വരും പോകും. പക്ഷേ നഗരാസൂത്രണത്തിന് തുടർച്ച വേണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ ഇത് ആവർത്തിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, നഗരത്തിൻ്റെ ഒരു ചരിത്രമായിക്കോട്ടെ, അല്ലെങ്കിൽ നഗരത്തിൻ്റെ ഒരു ആസൂത്രണത്തിനെ കുറിച്ചായിക്കോട്ടെ, നമ്മുടെ നഗരം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ചിന്തകളെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഭരണാധികാരികൾ ഇത് കേൾക്കുന്നെങ്കിൽ, അവർക്ക് ഒരു മാറ്റം ഇനിയെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുന്നെങ്കിൽ, ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകൾ പാലിക്കാൻ അവർ ശ്രമിക്കുന്നെങ്കിൽ ഇതെല്ലാം അവർ മനസ്സിലാക്കട്ടെ. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ തിരുവനന്തപുരത്തുകാർക്കായാലും അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങൾക്ക് മൊത്തത്തിലായാലും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് നന്ദി ഓപ്പൺ ഹാർട്ടിൽ വന്നതിനും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനും. താങ്ക് യു.